ഹലോ ഗൈസ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഴിഞ്ഞാട്ടം ഇതാണ് അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞാൽ ഇതാണ് മക്കളെ അഴിഞ്ഞാട്ടം. പ്രത്യേകിച്ച് ലാലേട്ടൻ, ഇത് ദിലീപിന്റെ പടമാണെങ്കിൽ ഇത് മൊത്തം അഴിഞ്ഞാടിയിരിക്കുന്ന ലാലേട്ടനാണ്. കുറച്ച് സെക്കൻഡ് ഹാഫിൽ അണ്ണം വന്നിട്ട് തൂക്കി വേറെ ലെവലാക്കിയിട്ട് പോയിട്ടുണ്ട്. പടത്തെ പറ്റിയുള്ള അഭിപ്രായം ഞാൻ വഴിയെ പറയാം. അതിനും വേറെ കാര്യം പറയുന്നുണ്ട്. ഇതിനകത്ത് ഒരുപാട് റെഫറൻസ് ഇവർ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ റെഫറൻസുകളെ പറ്റി ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. സോ അത് നിങ്ങൾക്ക് ഒരു സ്പോയിലർ ആയിട്ട് തോന്നുവാണെങ്കിൽ, റെഫറൻസിനെ പറ്റിയാണ് പറയുന്നത്, വേറെ ഒന്നും പറയുന്നില്ല. അത് നിങ്ങൾക്ക് ഒരു സ്പോയിലർ ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണണമെന്നില്ല, ഇപ്പൊ തന്നെ സ്കിപ്പ് ചെയ്തു. ഈ ഒരു സിനിമയുടെ ഡയറക്ടർ ധനഞ്ജയ് ശങ്കർ എന്ന് പറയുന്ന പുള്ളിയാണ്. പുള്ളിയുടെ ആദ്യത്തെ പടമാണെന്ന് തോന്നുന്നു. കാര്യം പുള്ളി ഇതിനു മുമ്പ് കുറെ സിനിമകളിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഫിലിപ്സ്, എങ്കിലും ചന്ദ്രിക, ഹൃദയം, ലവ് ആക്ഷൻ ഡ്രാമ, പുലിമുരുകൻ, ജേക്കബിന്റെ സ്വർഗരാജ്യം. എനിക്ക് തോന്നുന്നു പുള്ളിയും മറ്റേ യൂണിവേഴ്സിൽ നിന്ന് വരുന്നതാണ്. ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ യൂണിവേഴ്സിൽ അവരുടെ ടീമാണെന്ന് തോന്നുന്നു. കാര്യം കുറെ പടങ്ങൾ ജേക്കബിന്റെ സ്വർഗരാജ്യം, ഹൃദയം എല്ലാത്തിന്റെയും അസോസിയേറ്റ് ഡയറക്ടറാണ്. അപ്പൊ അവിടുന്ന് വരുമ്പോഴത്തേക്ക് ഒരു നൊസ്റ്റാൾജിയ നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ. ആ ഒരു സാധനം നമുക്ക് ഇതിനകത്ത് മൊത്തം കിട്ടുന്നുണ്ട്. നൊസ്റ്റാൾജിയ, നമ്മൾ കണ്ടതും കേട്ടതും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതും എല്ലാ ഐറ്റവും എടുത്തു വെച്ച് പെരുമാറിയിട്ടുണ്ട്. ഈ സിനിമ പലർക്കും കൊള്ളും. ഇത് ചർച്ചാ വിഷയമാവും, ചിലപ്പോൾ വിവാദമാവാൻ വരെയുള്ള സാധ്യത ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊരു ദിലീപിന്റെയും നാദൃശയുടെയും ടച്ച് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി മൂവിയിലോട്ട് വരാം. സ്റ്റാറിംഗ് മോഹൻലാൽ, ദിലീപ്, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, ബൈജു, അങ്ങനെ ഒരുപാട് പേര് ഈ സിനിമയിലുണ്ട്. പിന്നെ ഈ സിനിമയിൽ ഒരു മെയിൻ റോൾ അഭിനയിക്കുന്ന നടി ഇല്ല. ഇല്ല. അങ്ങനെ പ്രണയവും പരിപാടിയും ഒന്നും ഈ ഒരു സിനിമയിൽ ഇല്ല. നടിയില്ലാത്ത ഒരു സിനിമയാണ് ഗായ്സ്. മേ ബി മനഃപൂർവ്വം ഇവര് നടിയെ ഒഴിവാക്കിയതായിരിക്കാം. പിന്നെ സിനിമയെ പറ്റി നമുക്ക് പറയാനാണെങ്കിൽ ഫുള്ള് ഈ ഒരു സിനിമ കംപ്ലീറ്റ് റെഫറൻസ് ആണ്. പഴയ സിനിമയുടെ റെഫറൻസ്, ഇപ്പൊ നിലവിൽ നടക്കുന്ന ഇൻസിഡൻസിന്റെ റെഫറൻസ്, ഇപ്പൊ നിലവിലുള്ള സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ട്രോൾസിന്റെ റെഫറൻസ്, അങ്ങനെ കംപ്ലീറ്റ് ഇത് തുടക്കം തൊട്ട് ഒടുക്കം വരെ റെഫറൻസ് വെച്ചിട്ടുള്ള കളിയാണ്. നമ്മുടെ മലയാളികൾക്ക് ഒരു ഇമോഷൻ ഉണ്ട്, മൂവി ലവേഴ്സിന് ഒരു ഇമോഷൻ ഉണ്ട്, നമ്മുടെ ഒരു നൊസ്റ്റാൾജി ഉണ്ട്. ഈ സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സിനിമയിൽ ഇവര് ചൂഷണം ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ലാലേട്ടന്റെ മുണ്ട് മടക്കൽ, അതിനുവേണ്ടി മാത്രം ഒരു സീൻ കൊടുത്തിട്ടുണ്ട്. മുണ്ട് മടക്കാൻ വേണ്ടിയിട്ട് മാത്രം. ലാലേട്ടൻ മുണ്ട് പറിച്ചുള്ള ലാലേട്ടന്റെ അടി അത് കൊടുത്തിട്ടുണ്ട്. CID മൂസയിലെ കാറ്, ഇതൊക്കെ നമുക്ക് നമ്മുടെ ഒരു കുട്ടിക്കാലത്തെ നൊസ്റ്റാൾജിയും ഇമോഷൻസും ഒക്കെ കൊണ്ടുതരുന്ന ഒരു സാധനമാണ്. അത് മൊത്തം ഈ ഒരു സിനിമയിൽ അവർ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദിലീപിന്റെ ഓൾഡ് മൂവിയിലെ റെഫറൻസ്, അത് ഒന്നാണ് CID മൂസ, രണ്ടെന്ന് പറഞ്ഞാൽ വാളയാർ പരമശിവത്തിന്റെ ഡയലോഗ്സ്, ഉന്നാൽ മുടിയാതെ തമ്പി, ആ സാധനം. അതുപോലെ തന്നെ റൺവേക്കകത്ത് രണ്ടാമത്തെ സെക്കൻഡ് എൻട്രി ഉണ്ടല്ലോ ദിലീപിന്റെ, മറ്റേ സ്പിരിറ്റുമായിട്ട് വരുന്ന സമയത്ത് അതിന്റെ ഫ്രണ്ടിൽ എസ്കോർട്ട് വരുന്ന സീൻ, ആ ഒരു സീനൊക്കെ അതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തിന്? ആ ലോറിയുടെ പേര് വരെ ചഞ്ചൽ, ആ ഒരു പേര് വരെ ലോറിക്ക് ഇട്ടിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ലോറിയുടെ പേര്, ആദ്യം കാണിക്കുന്ന ഒരു ലോറിയുടെ പേര്, വന്നിറങ്ങുന്ന ലോറിയുടെ പേര് വാളയാർ എന്നാണ്. അങ്ങനെ ഒരു കൊട്ട റെഫറൻസ്. പിന്നെ കറണ്ട് ഇൻസിഡൻസിന്റെ റെഫറൻസ് ഉണ്ട്. ഒന്ന് ധ്യാൻ ശ്രീനിവാസന്റെ ഇന്റർവ്യൂവിനെ ട്രോളുന്നുണ്ട്. അവർ ഇന്റർവ്യൂ സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിൽ തന്നെയാണ് സിനിമയ്ക്കകത്തും പോർട്രേ ചെയ്ത് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഇയാൾ ഇന്റർവ്യൂവിൽ ചെന്നിട്ട് ഈ വിനീത് ശ്രീനിവാസനെയും അച്ഛൻ ശ്രീനിവാസനെയും കുറ്റം പറയുന്ന അല്ലെങ്കിൽ ട്രോളുന്ന ആ ഒരു സാധനത്തെ പറ്റി ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു ഫേമസ് ട്രോളാണ് ദേവ്ജി ട്രോൾസ്, നമ്മുടെ ദേവന്റെ ട്രോൾസ്. പുള്ളിയുടെ പേര് തന്നെ ദേവ്ജി എന്നാണ്, ദേവ് ജി. ഓക്കെ, പുള്ളിനകത്ത് കിടിലാണ് കേട്ടോ. പുള്ളിയുടെ കുറെ കോമഡികളുണ്ട്. എനിക്കത് വർക്കൗട്ടായ കോമഡികളിൽ മെയിൻ കോമഡി പുള്ളിയുടെ കോമഡിയാണ്. പിന്നെ വിനീത് ശ്രീനിവാസനെ ട്രോളാൻ വേണ്ടിയിട്ട് ചെന്നൈയെ പിടിച്ചിരുന്നുണ്ട്. അതുപോലെ തന്നെ കറണ്ട് ആയിട്ട് നടക്കുന്ന ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഡയലോഗ്സ് ഉണ്ട് ഇതിനകത്ത്. കേരള പോലീസ് മൊത്തം എന്റെ പുറകിലാണെന്ന് തോന്നുന്നു, മീഡിയ ആണ് എന്റെ ജീവിതം തൊലച്ചത്, ഇത്തരത്തിലുള്ള ഡയലോഗ്സ് ഇതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലാലേട്ടന്റെ പുതിയ പടമാണ് വൃഷഭ, അതൊരു പാൻ ഇന്ത്യൻ സിനിമയാണ്. അതിനെയും ഞാൻ പാൻ ഇന്ത്യയിൽ പോയി രക്ഷപ്പെടാൻ വേണ്ടി പോവുകയാണ് എന്ന് ലാലേട്ടനെ കൊണ്ട് പറയിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അതാ പറഞ്ഞേ, പഴയ സിനിമയുടെ കാര്യങ്ങൾ, ഇപ്പൊ പ്രസന്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം കൂടി എടുത്തു വെച്ചിട്ട് നമുക്ക് കണക്ട് ആവും. ഈ ഒരു സിനിമ കാണുമ്പോൾ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് കണക്ട് ആവും. ഇതുകൂടാതെ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് മറ്റേ സാധനം എഴുതി കാണിക്കുമല്ലോ, ഇതിനകത്തുള്ള ആളുകൾ തികച്ചും സാങ്കല്പികം മാത്രം എന്ന് ആ എഴുതി കാണിക്കുന്നത് തൊട്ട്, ആ എഴുതി കാണിക്കാൻ നിങ്ങൾ വായിച്ചു നോക്കുന്നവരാണെങ്കിൽ അതിനകത്തൊരു പേരുടക്കും. ആ പേര് ഞാൻ അവിടെ പറയുന്നില്ല, കേസാവും. അവരതുദ്ദേശിച്ചാണോ എഴുതിയത് നമ്മൾ സംശയിച്ചു പോകും ആ ഒരു സാധനം കാണുമ്പോൾ തന്നെ, മനസ്സിലായോ? അതുപോലെ തന്നെ ഇതിനകത്ത് പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഗോകുലം ഗോപാലൻ കയറി അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമ എഴുതിയേക്കുന്ന നൂറിൻ ഷെരീഫ്, അതുപോലെ തന്നെ നൂറിൻ ഷെരീഫിന്റെ ഹസ്ബൻഡ് ആയിട്ടുള്ള ഫഹീമും, ഇവർ രണ്ടുപേരാണ് ഈ സിനിമ എഴുതിയേക്കുന്നത്. അവരും ഇതിനകത്ത് കയറി അഭിനയിച്ചിട്ടുണ്ട്. ഗോകുലം ഗോപാലനൊക്കെ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഒരു ആഗ്രഹമാണെന്ന് തോന്നുന്നു, ദിലീപിന്റെയും ലാലേട്ടന്റെയും നടുക്ക് നിന്ന് അഭിനയിക്കുക എന്നുള്ളത്. ആ ഒരു ആഗ്രഹം സബലീകരിക്കാൻ വേണ്ടിയിട്ട് പുള്ളി തന്നെ പൈസ മുടക്കി പടം എടുത്തിട്ട് എന്റെ നടുക്ക് കയറി ഡാൻസ് കളിച്ചാണെന്ന് തോന്നുന്നു. പിന്നെ ഇതിനകത്ത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ഇൻഫ്ലുവൻസർ ഒരു പയ്യനുണ്ടല്ലോ, അക്ഷയ് എന്ന് പറയുന്നത്, അവന്റെ വീഡിയോസ് ഭയങ്കര രസമാണ്. അവൻ ഇതിനകത്ത് ചെറിയൊരു റോൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉല്ലാസ് പന്തളത്തിനും ചെറിയൊരു റോൾ കൊടുത്തു. പിന്നെ പടത്തെ പറ്റി പറയുവാണെങ്കിൽ ഇതൊരു CID മൂസയുടെ ക്ലൈമാക്സ് ഉണ്ടല്ലോ, CID മൂസയുടെ ക്ലൈമാക്സ് എടുത്ത് വലിച്ചു നീട്ടി ഒരു 2.5 മണിക്കൂർ പടമാക്കിയാൽ എങ്ങനെയിരിക്കും, അതുപോലാണ് പടം എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ബിലോ ആവറേജ് മൂവി, സീരിയസ്ലി ബിലോ ആവറേജ് മൂവി. അതിലും താഴ്ന്നു പോയാലേ ഉള്ളൂ. പക്ഷേ അവിടെ ഒരു പക്ഷേ ഉണ്ട്, കൈയടിക്കാനുള്ള വകുപ്പ്, അല്ലെങ്കിൽ ഫാൻസിനോ അല്ലെങ്കിൽ ഒരു സിനിമാ ലവറിന് ആഘോഷിക്കാനുള്ള സാധനങ്ങൾ ഇതിനകത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബിലോ ആവറേജ് മൂവിയെ പിടിച്ച് പൊക്കി ഏതെങ്കിലും ഒരു ലെവലിൽ എത്തിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനമാണ്. ലാലേട്ടന്റെ മുണ്ട് മടക്കിൽ കണ്ടു കഴിഞ്ഞാൽ കൈയടിക്കാത്ത മലയാളികളുണ്ടോ? നിങ്ങൾ പറ. തളപതിയുടെ റെഫറൻസ് വന്നു കഴിഞ്ഞാൽ കൈയടിക്കാത്ത ആളെ ആരെങ്കിലും ഉണ്ടോ? വിജയുടെ തുടക്കം തന്നെ ദളപതി കോളനി എന്ന് എഴുതി കാണിക്കുമ്പോൾ തൊട്ട് തുടങ്ങും വിജയുടെ കൈയടി. പിന്നെ ഗില്ലിയിലെ ജീപ്പ് കൊണ്ടുവരുന്നു, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൈയടിക്കത്തില്ലയോ? അതാ പറഞ്ഞത്, കൈയടിക്കാനുള്ള വകുപ്പ് ഒരു കൊട്ടക്കണക്കിനകത്തുണ്ട്. പക്ഷെ പടം ആവറേജ് പടമാണ്, ബട്ട് കൈയടിക്കും, നമ്മൾ കൈയടിക്കും. പടം ആവറേജ് ആണെന്ന് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു സ്റ്റോറി ലൈനും കാര്യങ്ങളും ഒക്കെ കാര്യമൊന്നുമില്ല, മനസ്സിലായോ? അങ്ങനെയുള്ള അത് മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഈ അഴിഞ്ഞാട്ടം എന്ന് പറയുന്ന ഇവരുടെ ഈ ഒരു സോങ്, ഹൈപ്പ് കേറി കേറി എങ്ങോട്ടേത്, ആ പാട്ടുണ്ടല്ലോ, ഈ പാട്ട് നമ്മൾ യൂട്യൂബിൽ വീട്ടിൽ ഇരുന്ന് ഫോണിനകത്ത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്റെ പുന്നെ എന്ത് തൊലിയാർ മണിയൻ പാട്ടാണെന്ന് ഞാൻ വരെ ചിന്തിച്ചു പോയി. സീരിയസ്ലി അത് കേട്ട എല്ലാ പ്രേക്ഷകരും അങ്ങനെ ചിന്തിച്ചു പോയി. പിന്നെ ഈ ഒരു സിനിമയിലോട്ട് വരുമ്പോഴത്തേക്ക് ഈ ലാലേട്ടനും ദിലീപും എല്ലാരും കൂടെ ഒന്നിച്ചങ്ങോട്ട് വന്നതിനകത്ത് ഡാൻസ് കളിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ പാട്ട് കേൾക്കത്തില്ല, ഇവരുടെ ഈ ഡാൻസ് മാത്രമൊക്കെയാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത്. അന്നേരം അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ഒരു സാധനം. അതാണ് ഈ സിനിമ. നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ഈ സാധനം ഈ പടം കാണുവാണെങ്കിൽ ഒരു വട്ടം പടമായിട്ട് ചെല്ലുമ്പോൾ തോന്നും. പക്ഷെ തിയേറ്ററിൽ പോയി കാണുവാണെങ്കിൽ ഓ സൂപ്പർ, കൈയടിക്കാൻ കുറെ ഉണ്ട്. ഫസ്റ്റ് ഹാഫില് ഇല്ല, സെക്കൻഡ് ഹാഫിലാണ് ലാലേട്ടനൊക്കെ വരുന്നത്. ലാലേട്ടനൊക്കെ വന്നു കഴിയുമ്പോൾ മൊത്തം കൈയടിയാണ്, മൊത്തം കൈയടി മേളം. അതും വലിയൊരു ഹ്യൂജ് ക്രൗഡിന്റെ കൂടെ ഇത് കാണണം. ഞാൻ ഫാൻ ഷോയ്ക്കാണ് കയറിയത്. അങ്ങനെ ഇരുന്ന് കാണുവാണെങ്കിൽ സാധനം കൊള്ളാം. കാര്യം നമ്മുടെ ഇമോഷൻസ് നൊസ്റ്റാൾജിയ എല്ലാം ഉള്ളിൽ കിടക്കുന്ന പുറത്തോട്ട് വരും ഓരോ സീൻ കാണും തോറും. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ഹുക്ക്. അതാണ്, അല്ല കഥയും വേറെ ഒന്നുമല്ല. ഈ ക്ലൈമാക്സിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് അത്രയും ഒരു രസമൊന്നും ഇല്ലാത്ത ക്ലൈമാക്സ് ഒക്കെയാണ് തരുന്നത്. ഈ പടം എവിടൊക്കെ താന്നു പോകുന്നുണ്ടോ, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ, അവിടെ എല്ലാം ലാലേട്ടനെ കൊണ്ടുവരുന്നുണ്ട്. പടത്തിന്റെ ഗ്രാഫ് താഴ്ന്ന ആ ഒരു മൊമെന്റിൽ ലാലേട്ടനെ കാണിച്ച് ഒന്ന് പൊക്കിക്കൊണ്ടുവരും. ഇതാണ് ഇവിടെ ഇതിനകത്ത് നടക്കുന്ന പരിപാടി. പിന്നെ ഫൈറ്റിനെയൊക്കെ പറ്റി പറയാനാണെങ്കിൽ ലോജിക്ക് ഇല്ല എന്ന് ആദ്യമേ ഇതിനകത്ത് എഴുതി കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനും ഇല്ല. ഒരു ലോജിക്കും ഇല്ലാത്ത ഫൈറ്റ് ചേസ് ഒക്കെയാണ് നടക്കുന്നത്, ഒരു ലോജിക്കും ഇല്ലാത്ത. അത് ആദ്യമേ ഇവരങ്ങ് ജാമ്യം എടുക്കും, ഇതിനകത്ത് ലോജിക്കില്ല, ഒള്ളി മാഡ്നസ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, നമ്മൾ ഒരു DJ ബാറിൽ കയറിയ ഒരു എഫക്റ്റ് ആണ് തിയേറ്ററിലോട്ട് കയറിയിട്ട് ഇറങ്ങുന്നത് വരെ. മൊത്തം ഒരു ചിൽ മൂഡാണ്. കാര്യം തുടക്കം തൊട്ട് ഒടുക്കം വരെ ഈ സാധനം ഈ ഇടിയാണ്, അമ്മാതിരി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. പക്ഷെ എൻജോയ് ചെയ്യട്ടോ, രസമാണ്. ആ ഒരു വൈബ് ഉണ്ടല്ലോ, ഈ ഫാൻസിന്റെ ആർപ്പൂളിയും ബഹളവും കൂവിളിയും ലാലേട്ടന്റെ കയ്യടിയും ഇതെല്ലാം കൂടെ ആ ഒരു വൈബ് രസമാണ്, ഒരു വൈബ് സാധനമാണ്. എക്സ്പെഷ്യലി ഇത് ഫസ്റ്റ് ഹാഫ് കൊണ്ട് നിർത്തുന്ന ഒരു ഫൈറ്റും ഒരു സാധനമുണ്ട്. നമ്മുടെ മണിച്ചേട്ടന്റെ പാട്ട് കേട്ട തുള്ളാത്ത ആരെങ്കിലും ഉണ്ടോടെ? അതും DJ ഒക്കെ ആണെങ്കിൽ തുള്ളാതിരിക്കുവോ? ലാലേട്ടന്റെ പാട്ട് ഇതൊക്കെ തുള്ളി പോത്തില്ലേ? പഴയ നരസിംഹ പാട്ടിട്ട് ആരുടെയാ തുള്ളാത്തത്? ഈ സാധനമൊക്കെ വെച്ചിട്ടൊരു പിടപ്പുണ്ട് ഫസ്റ്റ് ഹാഫിൽ ഇന്റർവെല്ലിന്. ഇവിടെ റിയാസ് ഖാനൊക്കെ കൊണ്ടുവരുന്നുണ്ട്. റിയാസ് ഖാനൊക്കെ ഒരേ പൊളി. ഈ സാധനമൊക്കെ വെച്ചൊരു പിടപ്പാ. ഒരു ലോജിക്കില്ലാത്ത സാധനമാണ് നടക്കുന്നത്, പക്ഷെ ഭയങ്കര രസമാണ്. അത് ഒരു വൈബാണ് കണ്ടുകൊണ്ടിരിക്കാൻ ആ ഒരു ഐറ്റം. ഇന്റർവെൽ സീൻ വേറെ ലെവല്. ക്ലൈമാക്സ് ഒന്നും ഇന്റർവെൽ സീനിന്റെ ഒരു പകുതി പോലും വന്നിട്ടില്ല. ഇന്റർവെൽ സീനാണ് മാരകം. ആ പാട്ട് 2 വണ്ണം പ്ലേ ചെയ്യുക ആ സമയത്ത്, അത് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉപകരിക്കും എവിടെങ്കിലും ഒക്കെ പോകുമ്പോൾ ഇട്ട് തുള്ളാൻ വേണ്ടിയിട്ട്. അമ്മാതിരി സാധനം. പിന്നെ നമ്മുടെ സലീം കുമാർ വരുന്നുണ്ട്. സലീം കുമാറിന് 1-2 സീനേ ഉള്ളൂ. 2 സീൻ വന്ന് തൂക്കിയിട്ടൊക്കെ പോവാണ്. അടിപൊളി സാധനം. അത് മറ്റേ നമ്മുടെ മീശമാധവൻ റെഫറൻസ്. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റെഫറൻസോട് റെഫറൻസ്. പഴയ സിനിമകൾ മൊത്തം എടുത്ത് അരിച്ചുറങ്ങി റെഫറൻസ്. എന്തൊക്കെ അതിനകത്ത് കൈയടിക്കുമോ? നമ്മൾ ഇപ്പൊ കണ്ട പഴയ പടത്തിൽ എന്തൊക്കെ സാധനങ്ങൾ കാണിച്ചാൽ കൈയടിക്കും, അത് മൊത്തം മമ്മൂക്കായെ കൊണ്ടുവരുന്നുണ്ട്. മീൻസ് മമ്മൂക്കാടെ റെഫറൻസ് ഉണ്ട്. മമ്മൂക്ക രാജമാണിക്കതിനകത്ത് യൂസ് ചെയ്ത കാറ് കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ വെച്ച് മൊത്തം റെഫറൻസ് വെച്ചിട്ടുള്ള കളിയാണ്. സോ എന്റെ ഒരു ഒപ്പീനിയൻ പറയുവാണെങ്കിൽ ഇത് വളരെ ഒരു ബിലോ ആവറേജ് മൂവിയാണ്. പിന്നെ റെഫറൻസ് പ്ലസ് ലാലേട്ടനെ വെച്ച് ഈ ഒരു ബിലോ ആവറേജിന്റെ മൂവിയെ പിടിച്ച് ഒരു എബോ ആവറേജ് മൂവി, അത്യാവശ്യം ഒരു കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയിലോട്ട് എത്തിച്ചു. ആളുകൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയിലോട്ട് എത്തിച്ചു. പിന്നെ ഓരോരുത്തരുടെയും ഈ ആസ്വാദന രീതി ഡിഫറെന്റ് ആയിരിക്കും. ഒരു മിക്സഡ് ഒപ്പീനിയൻ വരാനുള്ള സാധ്യത ഈ ഒരു സിനിമയിൽ കാണുന്നു. ചിലർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാം, ചിലർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കാം. വാട്ട് എവർ. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യട്ടോ. കൂടുതലൊന്നും പറയുന്നില്ല. ശരി.